പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോടാണ് നിങ്ങൾ പഠിക്കുന്ന നിർത്തിക്കോ, കാരണം ഇനി അങ്ങോട്ട് ആ പഠിത്തം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. റാദർ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യു ഷുഡ് സ്റ്റാർട്ട് യുവർ ട്രെയിനിങ്. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. പരീക്ഷാ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞാൽ പോകുന്നത്. ആ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് കാര്യമാണ് പാനിക് ട്രാപ്പ്. അതായത് പല കുട്ടികളും എക്സാമിൻ്റെ ഒരാഴ്ച മുൻപൊക്കെ ഇതുവരായിട്ട് പഠിക്കാത്ത ടോപ്പിക്സ് വരെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി നോക്കും. സിലബസിൽ 100% എങ്ങനെയും തലയിൽ കയറ്റാൻ വേണ്ടി നോക്കും. ഇതിനേക്കാളും വലിയ മണ്ടത്തരം നിങ്ങൾക്ക് ചെയ്യാനില്ല. ഇറ്റ് ഈസ് വെരി സിമിലർ ടു നിങ്ങൾ വലിയൊരു കൊടുങ്കാറ്റിൽ നിങ്ങൾ ഒരു വീട് പണിയാൻ നോക്കുകയാണ്. അതൊരിക്കലും പോസിബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സത്യം, നിങ്ങൾ എക്സാം ദിവസത്തിൽ നിങ്ങൾ ഒഫൻസിലല്ല കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഡിഫൻസിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അത് വളരെ കുറച്ചാണെങ്കിൽ പോലും ആ ഒരു മാർക്ക് ഡിഫെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. അതേസമയം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന കുറച്ച് മാർക്കുകളുണ്ട്, അത് വാങ്ങിയെടുക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അതല്ലാതെ എല്ലാം ഞാൻ അങ്ങോട്ട് പഠിച്ച് കളയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. ഒന്ന്, അത് പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. 2, നിങ്ങൾക്കത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ചിലപ്പോൾ പാനിക്കാവും, ആങ്സൈറ്റി വരും. അത് കാരണം നിങ്ങൾക്ക് തീരെ പഠിക്കാതിരിക്കാനുള്ള രീതിയിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ട്രാപ്പുകൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒഫൻസീവ് മോഡിലല്ല ഇരിക്കേണ്ടത്, ഡിഫെൻസീവ് മോഡിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെത്തേഡാണ് ട്രാഫിക് ലൈറ്റ് മെത്തേഡ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 3 ലൈറ്റുകളായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക്സിനെ നിങ്ങൾ തിരിക്കുക. റെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ടോപ്പിക്സ്, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അതിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ അത് ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പാനിക് ട്രാപ്പിലേക്ക് നിങ്ങൾ പോയി പെടുക. രണ്ടാമത്തെ ലൈറ്റാണ് യെല്ലോ ലൈറ്റ്. യെല്ലോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയോ അറിയാം, പക്ഷേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അത് അറിയില്ല. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ളത്. അതായത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്, അത് മാർക്കിലായിക്കോട്ടെ ഗ്രേഡിലായിക്കോട്ടെ, അത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം കുറച്ച് ഓൾറെഡി അറിയാലോ, അപ്പോൾ ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് 80% സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു യെല്ലോ ലൈറ്റിലാണ്. ആൻഡ് ലാസ്റ്റ് ഉള്ളത് ഗ്രീൻ ലൈറ്റ് ആണ്. അതായത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല കുട്ടികളും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക്, ഈ ഓൾറെഡി അറിയുന്ന കാര്യം തന്നെ വീണ്ടും 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 ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് പഠിച്ചുകൊണ്ടിരിക്കും, അതും നിങ്ങളുടെ ടോപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതും നമ്മുടെ പാനിക് ട്രാപ്പ് പോലെ മറ്റൊരു ട്രാപ്പാണ്. കാരണം നിങ്ങൾ എഫക്റ്റീവ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങളത് പീരിയോഡിക്കലി റിവൈസ് ചെയ്യുക. എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാമിൻ്റെ രാവിലെ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ മേ ബി അതിന് മുൻപ് റിവൈസ് ചെയ്യുക. പക്ഷെ അതിൽ ഓവർ സമയം നിങ്ങൾ കളയരുത്. ആ ഒരു സമയം നേരെ മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ യെല്ലോ ടോപ്പിക്സിലേക്ക് വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 80% ടൈമും നിങ്ങൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. മേ ബി മാക്സിമം ഒരു 20% ടൈം മതിയാവും നിങ്ങൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആയിട്ട് ടോപ്പിക്സിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ടോപ്പിക്സിനെ, നിങ്ങളുടെ ഓരോ ചാപ്റ്ററിലുള്ള ടോപ്പിക്സിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾ ആക്ച്വലി സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ആക്ച്വലി സ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. അതുവഴി നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾ വെറുതെ അൺനെസസറി ആയിട്ട് ഈ ഒരു പാനിക് ട്രാപ്പിലേക്ക് വീഴുകയോ അത് കാരണം നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ യൂട്യൂബിൽ ലൈവ് ക്ലാസ് ആയിക്കോട്ടെ, ബാച്ചിലർ ക്ലാസ് ആയിക്കോട്ടെ, എല്ലായിടത്തും നിങ്ങളിത് ഫോളോ ചെയ്യുക. ചിലപ്പോൾ വലിയൊരു ക്ലാസ് ആണെങ്കിൽ ആ ടീച്ചർ ഇന്നുണ്ടാവും, എല്ലാ ടോപ്പിക്സും പഠിപ്പിക്കുന്നുണ്ടാവും, എല്ലാ ചോദ്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ യെല്ലോയും ഗ്രീൻ ഭാഗത്ത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഒബ്വിയസ്ലി ഗ്രീൻ ഭാഗം ക്ലാസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ടുപോവുക, നോട്ട്സ് റിവൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു പോവുക. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് യെല്ലോ ഭാഗത്താണ്. റെഡ് കാര്യങ്ങൾ ഈ ടീച്ചർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റെഡ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളത് മൈൻഡ് പോലും ചെയ്യരുത്, അതിൻ്റെ പുറകെ പോരുത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ ടോപ്പിക്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത വരുന്ന എക്സാം, വലിയ എക്സാംസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലോങ് ടേം ഗോളായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഷോർട്ട് ടേമിൽ അതിനെ ചേസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യമാണ് പലർക്കും ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ്. അതായത് സാർ എല്ലാം ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേ ഈ പരീക്ഷയ്ക്ക് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് എങ്ങനെ നോക്കിയാലും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ചീറ്റ് ഷീറ്റ് ഉണ്ടാകാം. ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചീറ്റ് അല്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള മാത്സിലാണെങ്കിലും ഫിസിക്സിലൊക്കെ ആണെങ്കിലും ഫോർമുലാസ് ആയിരിക്കും, ചിലപ്പോൾ ഡെഫിനിഷൻസ് ആയിരിക്കും, സോഷ്യലിനാണെങ്കിൽ ചിലപ്പോൾ ഡേറ്റുകളായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർമാറ്റുകളായിരിക്കും. നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ അല്ലെ
ഒരു പേപ്പറിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് പീരിയോഡിക്കലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല, പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളില്ലേ, നേരെ അതിലേക്ക് ആദ്യം തന്നെ പകർത്തുക. അപ്പോൾ തന്നെ ഒരു സമാധാനം ആയിരിക്കും ഉണ്ടാവുക. പരീക്ഷ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ ഇല്ലയോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം കൂടി പേപ്പറിലേക്ക് അങ്ങോട്ട് ഡംപ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര സമാധാനമായിരിക്കും. മാത്രമല്ല, പരീക്ഷയുടെ ഇടയിൽ ആ ചോദ്യങ്ങളിൽ അല്ലെ ആ കാര്യങ്ങൾ ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്ത് എഴുതാനും പറ്റും. നിങ്ങൾ പാനിക് അടിക്കില്ല. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം. ലാസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ചെയ്താലും പല കുട്ടികളും പരീക്ഷാ ഹാളിൽ ഈ പേപ്പർ കിട്ടുന്ന സമയത്ത് പാനിക് അടിക്കും. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് വെച്ചാൽ അവർ പേപ്പർ ഒരിക്കലും കണ്ടില്ല. അവർ ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, മാത്സ് പഠിച്ചു, കുറേ ചോദ്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രൂപത്തിൽ അവരൊരിക്കലും കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ രൂപത്തിൽ പല പല വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മാർക്കുകളുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോരോ മാർക്കുകളാണ്, അല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യനും ഒരു മാർക്ക് പോലെയല്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് എഴുതിയാൽ മതിയാവും, ചില ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടി എഴുതേണ്ടി വരും, കുറച്ചുകൂടി സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഓവറോൾ ടൈം ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ കുറേ നേരം നിങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല. ആ ടൈം കറക്റ്റായിട്ട് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. മറ്റൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നു, അടുത്ത ചാപ്റ്റർ പഠിക്കുന്നു, അടുത്ത ചാപ്റ്റർ പഠിക്കുന്നു, അങ്ങനെ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ആയിരിക്കില്ല. അവിടെ ചാപ്റ്ററേ ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ ചിലപ്പോൾ അവസാനത്തെ ചാപ്റ്റർ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക, പിന്നെ ഇടയിൽ ചാപ്റ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെ ചാപ്റ്റർ കോൺസെപ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന രീതിയും നിങ്ങൾ ആക്ച്വലി ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചറും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫിക്സ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ആക്ച്വലി സിമുലേറ്റ്. നിങ്ങളുടെ എക്സാം എൻവയോൺമെൻറ്റും ആ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് നിങ്ങൾ സിമുലേറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യ പേപ്പറുകൾ ഒന്ന് വെറുതെ എടുത്തു വെക്കുക. അത് കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ നിങ്ങൾക്ക് ഈ പുതുവർഷത്തെ സിലബസിൽ റെലവൻ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾ എടുത്തു വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. എന്നിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പേപ്പർ അറ്റൻഡ് ചെയ്യുക. ഈ ഫസ്റ്റ് ക്വസ്റ്റനൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക, ഞാൻ അവിടെ സ്ഥലം വിടും. അതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ ഒന്നോ രണ്ടോ പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ മിനിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരീക്ഷാ ഹാളിൽ വന്നിരുന്നിട്ടുള്ള ടെൻഷനില്ലേ, അല്ല ആ ഒരു പാനിക്കില്ലേ, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ആയുള്ള ആളെ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ആ ഒരു ആങ്സൈറ്റി ഉണ്ടായിട്ട് തന്നെ പല കുട്ടികളും അറിയുന്ന ആൻസർ വരെ മറന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 4 കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ എൻ്റെ ഹോപ്പ് ഇസ് നിങ്ങൾക്ക് കുറേ മാർക്ക് ആക്ച്വലി സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാർക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. ആകെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓവർ റിസൾട്ടിൻ്റെ മുകളിൽ, അതായത് A+ കിട്ടുമോ 90% കിട്ടുമോ ആ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസൈറ്റി വെറുതെ കൂട്ടുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളുടെ പ്രോസസ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വൽ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ റിസൾട്ട് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സ് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള കാര്യം ഫോക്കസ് ചെയ്യാം. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ അത് കാണാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ റെഡ്, യെല്ലോ, ഗ്രീൻ ടോപ്പിക്സ് മാർക്ക് ചെയ്യുക. അതിൽ ഗ്രീനും യെല്ലോ വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. അങ്ങനെ പ്രോസസ്സിൽ മാക്സിമം ഫോക്കസ്ഡ് ആവുക, റിസൾട്ട് വന്നോളും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.